വെൽക്കം ടു അവർ ചാനൽ നാത്തൂൺ ടിപ്സ് ആൻഡ് സ്റ്റിച്ചിങ്സ്. നമ്മളിന്ന് ഒരു 4 മണി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരു നല്ല ഉള്ളിവട എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അത് കാണുന്നേക്കാൻ മുന്നേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമുക്ക് നോട്ടിഫിക്കേഷൻ ഫുള്ളായിട്ട് നമ്മൾ ഇടുമ്പോൾ തന്നെ കിട്ടാനായിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഉള്ളിവടയ്ക്ക് എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്ക് നോക്കാം. കടലമാവ് 200 കടലമാവ്, 3 വലിയ സവാള, പിന്നെ 100 മൈദ, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു 4 പച്ചമുളക്, ഉപ്പ്, മല്ലിയില. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സവാള നമ്മുടെ ഒരു പാത്രത്തിലിട്ടിട്ട് ഉപ്പും ചേർത്ത് നന്നായി കൂട്ടി ഒന്ന് തിരുമ്പാം. ഉപ്പ് നമുക്ക് ആവശ്യത്തിന് നോക്കിയിട്ട് ഇടാം, പാകത്തിന് നോക്കിയിട്ട് ഇടാം. പിന്നെ മഞ്ഞൾപ്പൊടി. അപ്പോൾ നമ്മൾ സവാളയിൽ ഉപ്പിട്ടു, മഞ്ഞൾപ്പൊടി ഇട്ടു, പച്ചമുളക് ഇട്ടു. പച്ചമുളക് കുറച്ചിട്ടുള്ളൂ, നമുക്ക് ഒത്തിരി മുളക് പൊടി കൂടി ഇടണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സവാളേനെ ഒന്ന് നന്നായി ഒരു 10 മിനിറ്റ് ഒന്ന് നന്നായി തിരുമ്പി വയ്ക്കാം. അപ്പോൾ ഒരു അളവ് കിട്ടും. അപ്പോൾ നമുക്ക് പിന്നെ വേറെ വെള്ളമൊന്നും അതിൽ ഒഴിക്കേണ്ടി വരില്ല. ഉള്ളിവട ഉണ്ടാക്കാനായിട്ട് വേറെ പച്ചവെള്ളം ചേർക്കണ്ട. പിന്നെ ഒരു 10 മിനിറ്റ് ഒന്ന് നന്നായി തിരുമ്പി കൂട്ടി വയ്ക്കാം. അപ്പോൾ അതായത് നമ്മുടെ സബോള നല്ലോണം വാടി കണ്ട, നല്ല തളർച്ചയായിട്ടുണ്ട്, നല്ല മാതിരി വാടി. ഇപ്പോൾ ഒരു 10 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ കടലമാവിനെയും മൈദയും ഒക്കെ ഇതിലിടാം. കടലമാവ് കുറേ ഇടണ്ട, കുറച്ചിട്ടത് 200 ഗ്രാം ഉണ്ടാവുള്ളൂ. അധികം ഇട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സുഖം ഉണ്ടാവില്ല, ടൈറ്റായിട്ട്. അപ്പം നമ്മുടെ കടലമാവ് ഇട്ടുകഴിഞ്ഞായിരിക്കും കുറച്ച് മൈദപ്പൊടി ഇടാം. അത് കഴിഞ്ഞാൽ ഒരു നുള്ള് മുളക് പൊടി, നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് ഒരു നുള്ള് മുളക് പൊടി ഇടാം. പിന്നെ നമ്മുടെ മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മല്ലിയില മാറ്റി വെച്ച് ഒരു ടേസ്റ്റിനും മണത്തിനും ഒക്കെ. ഇനി നമുക്ക് നന്നായി തിരുമ്പിയിട്ട് നമുക്ക് വട ഉണ്ടാക്കാം. ഇതിന് വേറെ വെള്ളം നോക്കിയിട്ട് വേണമെങ്കിൽ ഒന്ന് പതുക്കെ ഒന്ന് നനച്ച് കൊടുക്കാം. സബോളയിൽ വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ ഇതുവരെ വെള്ളം ഒഴിച്ചിട്ടില്ല. ഇത് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ കൈയൊന്ന് നനയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് നമ്മുടെ കൈകൊണ്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കേണ്ടതും, കൈകൊണ്ട് തന്നെയാണ് ഇളക്കേണ്ടതും, കൈകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കി ചട്ടിയിലേക്ക് ഇടുന്നത്. ഇപ്പോൾ നല്ലൊരു കാണാനൊക്കെ നല്ലൊരു ഭംഗിയുണ്ട് ഇത്. അതിൽ കുറച്ച് 2 കറിവേപ്പിലയും കൂടി ഇടണം, 2 ഇല. അത് ഞെട്ടട്ടിൽ ഇടാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിവടയ്ക്കുള്ള മാവ് ഇതേ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉണ്ടാക്കാം. അതിനുള്ള പാകമായിട്ടുണ്ട്. ഇനി അപ്പോൾ ഞാൻ ഉണ്ടാക്കുമ്പോൾ കൈയൊന്ന് നനച്ചിട്ട് വേണം ഉണ്ടാക്കണേ, അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ ഒട്ടി പിടിക്കും. അപ്പോൾ ഇനി നമുക്കത് ഉണ്ടാക്കാം. നമ്മുടെ ഉള്ളിവടയുടെ എണ്ണയൊക്കെ നല്ല ചൂടായിട്ടുണ്ട്. ചൂടായിന്നറിയാൻ നമുക്കത് ചൂടായിന്നറിയാൻ ഇങ്ങനെ എന്തെങ്കിലും ഇട്ട് നോക്കി അറിയപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്. ഉള്ളിവടയിൽ നമുക്ക് അതിലേക്കിടാം. ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. വെറുതെ നമ്മൾ വിചാരിക്കും ചായപ്പൊടിയിൽ കാണുമ്പോൾ അത് ഭയങ്കര കഷ്ടപ്പാടാണ്, പക്ഷെ ഒരു പാടില്ല. പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാം. നമുക്ക് നല്ല ടേസ്റ്റിയായ ഉള്ളിവട നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഉള്ളിവട ഒരു ഭാഗം ഒരിഞ്ഞ് നമുക്കിത് മറിച്ചിടാം.
നമ്മുടെ വട ഇവിടെ പാകമായിട്ട് വരുന്നു, മൊരിഞ്ഞ് നല്ല ഗോൾഡൻ കളറായിട്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം, നല്ല പാകമായിട്ട് വേണം. അപ്പോൾ ഇതേ നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, ഒരു ബുദ്ധിമുട്ടും ഇല്ല ഉണ്ടാക്കാനായിട്ട്, പെട്ടെന്ന് ഉണ്ടാക്കി കഴിയും. 3 സബോളയും 200 മാവും വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്. കണ്ടോ, പെട്ടെന്ന് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാവരും ഉണ്ടാക്കാം.